ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോ ഓൺ വീൽസ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അടുത്ത 2 ആഴ്ച കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിഷു അല്ലേ. അപ്പോൾ എനിക്ക് ഒരു ബ്ലൗസ് തയ്ക്കാനുണ്ട്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ ഞാനിവിടെ കൊടുക്കാറുള്ള ചേട്ടനെയൊക്കെ പരിചയപ്പെട്ടു. അപ്പൊ നിങ്ങളൊക്കെ എങ്ങനെയാ വിഷുക്കോടിയൊക്കെ എടുത്തോ? ഞാൻ ദേ ഇപ്പോഴാണ് തയ്ക്കാനൊക്കെ കൊടുക്കാൻ പോകുന്നത്. ഞാൻ വേറൊന്നും എടുത്തിട്ടില്ല, ഒരു ബ്ലൗസ് മാത്രം എടുത്ത് അതിന്റെ ഒരു മെറ്റീരിയൽ എടുത്ത് തയ്ക്കാനാണ് വിചാരിക്കുന്നത്. ഞാൻ എപ്പോഴും കൊടുക്കാറുള്ള ചേട്ടൻ്റെ അടുത്താ പോകുന്നത്. ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത മെറ്റീരിയൽ. ഇത് 12 കുടിയിൽ കിട്ടും വിഷുവിടാനായിട്ടാണ്. അപ്പോൾ ഇവിടെ നന്നായിട്ട് റോസ് ഓംപ്ലേറ്റും നമ്മളുടെ മിർച്ചി വടയും പാവൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ എപ്പോഴും വാങ്ങിക്കാറുണ്ട് കേട്ടോ. ഈ ചേച്ചി ഒരു കർണാടക ചേച്ചിയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഗോവയിലെ സ്പെഷ്യലാണ് ഇവിടുത്തെ റോസ് ഓംപ്ലേറ്റ്. നമ്മളുടെ പാവും പിന്നെ ചിക്കൻ്റെ ഒരു ചാറും പിന്നെ അതിനകത്ത് ഓംപ്ലേറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതാണ് ഞങ്ങൾ ഓർഡർ ചെയ്യുന്നത്. ഈ കടയും ഈ ചേച്ചിയും ഭയങ്കര പോപ്പുലർ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ചട്നി ആണെന്ന് തോന്നുന്നു സ്പെഷ്യൽ. കാരണം അവിടുത്തെ ആ ചേച്ചി കർണാടക തന്നെ ആയതുകൊണ്ട് അവിടുത്തെ അവരുണ്ടാക്കുന്ന ചമ്മന്തിയൊക്കെ നല്ല ടേസ്റ്റാണ് ഇവിടെ ഗോവൻസിന്റെ ലോക്കലിനെ അപേക്ഷിച്ച്. നല്ല അടിപൊളി വടാപ്പാവും വടകളും ഒക്കെ കിട്ടും കേട്ടോ. നല്ല ബജ്ജികളൊക്കെ കിട്ടും ഇവിടെ. അപ്പൊ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഗോവയിൽ വന്ന് ഇതേപോലത്തെ ലോക്കൽ ഫുഡ് ആർക്കെങ്കിലൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചേച്ചിയുടെ കടയിലോട്ട് വന്നാൽ മതി. ഈ കടയുടെ ഡീറ്റെയിൽസ് ഞാൻ കാണിക്കാവേ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളുടെ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മളുടെ വടാപ്പാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനും ഇവിടെ ഗോവയിലൊക്കെ വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് തന്നെ കേൾക്കുന്നതും കഴിക്കുന്നതും. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ വടാപ്പാവ് ട്രൈ ചെയ്തിട്ടുണ്ടോ? വടാപ്പാവ് എന്ന് ഉദ്ദേശിക്കുന്നത് കണ്ടു നമ്മളുടെ ബോണ്ടയാണ് ഇരിക്കുന്നത്. ആ ബോണ്ടനെ ഈ കാണുന്ന ബ്രെഡ് ഇല്ലേ പാവ്, അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് അവരൊരു ചട്നിയൊക്കെ ചേർത്ത് തരുന്ന സംഭവമാണ് ഈ വടാപ്പാവ് എന്ന് പറയുന്നത്. ബജ്ജി, ഉള്ളിവട, പിന്നെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ റോസ് ഓംപ്ലേറ്റ്. അപ്പോൾ ഞങ്ങള് ഇതൊക്കെ കഴിഞ്ഞിട്ട് ബീച്ചിൽ പോവാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ അടുത്തുള്ള ബീച്ചാണ് കോൾവ ബീച്ച്. അപ്പൊ കോൾവ ബീച്ചിൽ പോയിട്ടിരിക്കാന്ന് വിചാരിച്ചു. നല്ല രസമാണ് കേട്ടോ അവിടെ പോയിരിക്കാനായിട്ട്. നല്ല നമുക്കിങ്ങനെ ചെന്നിരിക്കാനൊക്കെ പറ്റിയ നല്ല സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു ബീച്ചാണ് കേട്ടോ നമ്മുടെ കോൾവ ബീച്ച്. അപ്പോൾ നമ്മളുടെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചില്ല സീസൺ കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്നാലും ടൂറിസ്റ്റുകളൊക്കെ കുറെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മളുടെ ഗോവയിൽ വരാനായിട്ട് ആളുകൾക്ക് സീസണൊന്നും പ്രശ്നമല്ല. ഏതൊരു ടൈമിൽ ഏതൊരു സീസണിൽ എല്ലാവരും എത്തും ഗോവയിൽ. അപ്പോൾ ഇത് കണ്ടോ, മാർച്ച് ലാസ്റ്റായി എന്നിട്ടും ഇവിടെ ഭയങ്കര തിരക്കാണ്. കാരണം ഈ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വരും കേട്ടോ. ഇവിടെ കണ്ടോ നല്ല തിരക്കാണ്. ഇതിപ്പോൾ സൗത്ത് ഗോവയിലെ ഒരു നല്ല ബീച്ചാണ് കേട്ടോ കോൾവ ബീച്ച്. നല്ല ക്രൗഡും ഒക്കെ ആയിട്ട് നല്ല വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ ഉള്ള ഒരു നല്ല ബീച്ചാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും മിക്കവരും വരുന്നുണ്ടെങ്കിൽ ഈ ബീച്ചൊക്കെ കാണാറുണ്ട്, വരാറുണ്ട്. അങ്ങനെ ഫേമസ് ആയിട്ടുള്ളൊരു ബീച്ചാണ്. ബീച്ചിൻ്റെ പേരാണ് കേട്ടോ കോൾവ ബീച്ച്. ഞങ്ങളിപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇറങ്ങാനൊന്നും പോണില്ല വെള്ളത്തിലോട്ട്, വെറുതെ ഇവിടെ ഇങ്ങനെ ഇരിക്കും, ഓരോന്നൊക്കെ കണ്ടു. സുഖമല്ലേ ഇങ്ങനെയൊക്കെ വന്നിരിക്കാൻ അല്ലേ? ഞങ്ങൾക്ക് എന്തായാലും ആ ഭാഗ്യം കിട്ടി ഇപ്പോൾ ഗോവയിലായതുകൊണ്ട്. അപ്പോൾ ഇത് കോൾവ ബീച്ചിൻ്റെ അടുത്ത് വരുന്ന കോൾവ റെസിഡൻസി എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ. അത്രയൊക്കെ വലിയ പോപ്പുലറൊന്നും അല്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ബീച്ച് സൈഡായിട്ട് ഒരു സ്റ്റേ നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വരാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ പോവാണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ കണ്ടോ ഗോവയിൽ ഇതേ ഞങ്ങൾക്ക് വിഷുവിന് തരാനായിട്ട് നിറച്ച് കണിക്കൊന്ന പോവാൻ കേട്ടോ. നിറച്ച് കണിക്കൊന്നമാരും ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും വിഷു ആഘോഷിക്കുന്ന നേരത്ത് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല കേട്ടോ. നിറച്ച് പൂക്കളാണ്, നിറയെ മരങ്ങൾ ഇവിടെ കണിക്കൊന്നതായിട്ട് നട്ടിട്ടുണ്ട്.
ഞങ്ങൾക്ക് എപ്പോഴും കൂട്ടാറുണ്ട് കേട്ടോ വിഷുവിന്. കാരണം നമ്മൾ മാത്രമല്ലേ ഉണ്ടാവൂ പറിക്കാനായിട്ട്. ഇവിടുത്തെ ഗോവൻസ് ഒന്നും വിഷു ആഘോഷിക്കില്ലല്ലോ. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോസിന് ലൈക്കും കമന്റും ഷെയർ ഒക്കെ ചെയ്യണം കേട്ടോ എല്ലാവരും.